Hello, in this section we are discussing about the normal cycle of erosion by W.M. Davis. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഇവല്യൂഷന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. The cycle of erosion has been defined by him as geographical cycle or a period of time during which an uplifted landmass undergoes its transformation by the process of land sculpture entering into a low featureless plane, a peneplain. അദ്ദേഹം ഈ ജോഗ്രഫിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ ഓഫ് ഇറോഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. അതായത് ഒരു അപ്ലിഫ്റ്റഡ് ലാൻഡ് മാസ് അത് ഒരു പെനി പ്ലെയിൻ ആകുന്നത് വരെ അല്ലെങ്കിൽ ഒരു ലോ ഫീച്ചർലെസ് പ്ലെയിൻ ആകുന്ന വരെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇവല്യൂഷനാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു, എന്ത് പ്രോസസ്സ് വഴി എന്തൊക്കെ ഇറോഷണൽ ഏജൻസ് അതിൽ ആക്ട് ചെയ്തിട്ട് അത് ഒരു അപ്ലിഫ്റ്റഡ് ലാൻഡ് മാസ് എങ്ങനെ ഒരു ലോ ഫീച്ചർലെസ് പെനി പ്ലെയിൻ ആയിട്ട് മാറുന്നു എന്ന് വരെയുള്ള ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു concept ആണ് normal cycle of erosion. Trio of Davis. There are three factors which influence the normal cycle of erosion. These factors are called trio of Davis, and he expressed it as landscape is the function of structure, process and time. ഒരു നോർമൽ സൈക്കിൾ ഓഫ് ഇറോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഡേവിസ് കണ്ടെത്തിയിരിക്കുന്നത്. ഡേവിസ് അതിനെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ മൂന്ന് ഫാക്ടേഴ്സിനെ കളക്റ്റീവായിട്ട് അറിയപ്പെടുന്നത് ട്രയോ ഓഫ് ഡേവിസ് എന്നാണ്. അദ്ദേഹം അതൊരു കോട്ടിൽ കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പ് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് ടൈം. അത് അദ്ദേഹത്തിന്റെ മൂന്ന് ട്രയോസ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രക്ചർ, രണ്ട് പ്രോസസ്, മൂന്ന് ടൈം. അതായത് ലാൻഡ്സ്കേപ്പ് ഡെവലപ്പ് ചെയ്യുന്നതും ലാൻഡ്സ്കേപ്പിന് മാറ്റം വരുന്നതും മൂന്ന് ഏജൻസിന്റെ അല്ലെങ്കിൽ മൂന്ന് ഫങ്ഷന്റെ ഫലമായിട്ടാണ്. ആ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതിന്റെ ലാൻഡ് ഫോമിന്റെ സ്ട്രക്ചർ, രണ്ടാമത്തത് അവിടെ ആക്ട് ചെയ്യുന്ന പ്രോസസ്സ്, മൂന്നാമത് അതിനെടുക്കുന്ന ടൈം. സ്ട്രക്ചർ. The word structure has been used by Davis in wider sense. It does not include only regional geological structure, but also the rocks and their physical chemical properties, their permeability, solubility, natural joints, beddings and cleavage. Structure എന്ന വേർഡ് ഒരു ജനറൽ സെൻസിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീജിയണൽ ജിയോളജിക്കൽ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഡേവിസ് ഉപയോഗിച്ചത്. ഇവിടെ അദ്ദേഹം സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റോക്കിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, അതിന്റെ പെർമിയബിലിറ്റി, പോറോസിറ്റി, സോളബിലിറ്റി, ജോയിന്റ്സ് എങ്ങനെയാണ്, അതിന്റെ ബെഡിങ്സ് എങ്ങനെയാണ്, അതിന്റെ ക്ലീവേജ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പദമായിട്ടാണ് സ്ട്രക്ചറിനെ ഡേവിസ് വിളിച്ചത്. പ്രോസസ്. The word process include actions of all the endogenic forces and exogenic forces. Process എന്ന ടേം കൊണ്ട് അദ്ദേഹം മീൻ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള എൻഡോജനിക്കും എക്സോജനിക് ഫോഴ്സസിനെയുമാണ്. Endogenic forces are the forces that build the earth by volcanicity, earthquake, diastrophism, which produce irregularities of the earth's surface by building mountains, plains, plateaus, hills and undulating topography. എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഭൂമിക്കകത്ത് നിന്ന് ഉണ്ടാകുന്ന ഫോഴ്സസിനെയാണ്. അതിന് ഉദാഹരണം വൾക്കാനിസിറ്റി, എർത്ത് ഡയസ്ട്രോഫിസം തുടങ്ങിയവയാണ്. അത് എർത്തിന്റെ സർഫസിൽ റെഗുലാരിറ്റീസും മൗണ്ടൻസും പ്ലെയിൻസും പ്ലേറ്റൂസും അണ്ടുലേറ്റിംഗ് ടോപ്പോഗ്രഫിയൊക്കെ ഉണ്ടാക്കുന്നു. എക്സോജനിക് ഫോഴ്സസ് ടെൻഡ് ടു ലെവൽ ഡൗൺ ദ എർത്ത് സർഫസ്. അതേസമയം എക്സോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതലത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഇത് എൻഡോജനിക് ഫോഴ്സസിന്റെ ഫലമായിട്ട് റൈസ് ചെയ്തിരിക്കുന്ന ലാൻഡ് ഫോംസിനെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി, ലെവൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സോജനിക് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. ദ ഏജൻസ് ഓഫ് എക്സ്റ്റേണൽ പ്രോസസ് ഓഫ് ഡെനുഡേഷൻ ആർ റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ, സീവേസ്. എക്സോജനിക് പ്രോസസ്സിന്റെ ഏജൻസ് എന്ന് പറയുന്നത് റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ, സീവേസ് മുതലായവയാണ്. Agents erode uplifted land, transport eroded material and deposit them elsewhere. ഈ ഏജൻസ് അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡിനെ ഇറോഡ് ചെയ്യും, ആ മെറ്റീരിയലിനെ ട്രാൻസ്പോർട്ട് ചെയ്യും, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിഷൻ നടത്തുകയും ചെയ്യും. Time. In the evolution of landforms, Davis has identified three stages. These stages of erosion are youth, mature, old. ഒരു ലാൻഡ് ഫോമിന്റെ ഇവല്യൂഷനിൽ ഡേവിസ് 3 സ്റ്റേജസ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേജസ് എന്ന് പറയുന്നത് യൂത്ത് സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, ഓൾഡ് സ്റ്റേജ്. Just like each process gives rise to
distinct landscapes. Each stage of erosion cycle is characterized by distinct landforms with the help of which it is possible to identify the stage of evolution of landforms. ഓരോ ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ അത് ഏത് പ്രോസസ്സിൽ കൂടെയാണ് വന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണം ഇപ്പോൾ വാട്ടർഫാൾ കാണുമ്പോൾ അത് റണ്ണിങ് വാട്ടറിൻ്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്യൂഗനോ യാഡങ്ങോ ആണെങ്കിൽ അത് വിൻഡിന്റെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും പോൾജിയോ വാലയൊക്കെ ആണെങ്കിൽ അത് കാസ്റ്റ് ടോപ്പോഗ്രഫിയുടെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരു ലാൻഡ് ഫോം ഏത് സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അത് ഉണ്ടായി വന്നത് എന്നും അറിയാൻ പറ്റും. അതിപ്പോ യൂത്ത് സ്റ്റേജിലെ ലാൻഡ് ഫോം ആണോ, ഒരു മെച്യൂർ സ്റ്റേജിലെ ലാൻഡ് ഫോം ആണോ, അല്ലെങ്കിൽ ഓൾഡ് സ്റ്റേജിലെ ലാൻഡ് ഫോം ആണോ എന്നും നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. There is a direct relationship between stage of development and character of landforms. സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിന്റെ, അതായത് ഏത് സമയത്താണോ അത് ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെയും ഒരു ലാൻഡ് ഫോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്നെങ്കിൽ അത് യൂത്ത് സ്റ്റേജിലെ ലാൻഡ് ഫോം ആണ്, അല്ലെങ്കിൽ വേറെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൽ റിവീൽ ചെയ്യുന്നതെങ്കിൽ അത് മെച്യൂർ സ്റ്റേജിലോ അല്ലെങ്കിൽ ഓൾഡ് സ്റ്റേജിലെയോ ലാൻഡ് ഫോം ആണെന്ന് നമുക്ക് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അസംഷൻസ് ഓഫ് ഡേവിസ് മോഡൽ. എല്ലാ തിയറിക്കും ഹൈപ്പോത്തസിസിനും ഒക്കെ ഓരോ അസംഷൻസ് കാണും. അതുപോലെ ഡേവിസിന്റെ മോഡലിനും കുറച്ച് അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ലാൻഡ്ഫോം ആർ ദി ഇവോൾവ്ഡ് പ്രോഡക്ട്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഓഫ് എൻഡോജെനിക് ഫോഴ്സസ് ഒറിജിനേറ്റിംഗ് ഫ്രം വിത്തിൻ ദ എർത്ത് ആൻഡ് ദ എക്സ്റ്റേണൽ ഓർ എക്സോജെനിക് ഫോഴ്സസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് എൻഡോജെനിക് ഫോഴ്സസിന്റെയും എക്സോജെനിക് പ്രോസസ്സിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ അസംഷൻ. The evolution of landforms take place in an orderly manner. രണ്ടാമത് അദ്ദേഹം അസ്യൂം ചെയ്തത് എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓർഡറിലാണ് പോകുന്നത്. അതായത് ഓരോ സ്റ്റേജ് ആയിട്ട് ഒരു യൂത്ത് സ്റ്റേജ് കാണും, ഒരു മെച്യൂർ സ്റ്റേജ് കാണും, ഒരു ഓൾഡ് സ്റ്റേജ് കാണും. അങ്ങനെ ഒരു ഓർഡർലി മാനറിലാണ് എവല്യൂഷൻ നടക്കുന്നത്. Streams erode their valleys rapid downward until the graded condition is achieved. സ്ട്രീംസ് അതിന്റെ വാലി വീ കട്ടിങ് അല്ലെങ്കിൽ വാലി ഡീപ്പനിങ് നടത്തുന്നത് അതിന്റെ ഗ്രേഡഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് വരെ, അതായത് ബേസ് ലെവലിൽ കാണുന്നത് വരെ ഒരു സ്ട്രീം അതിന്റെ ഇറോഷൻ കണ്ടിന്യൂ ചെയ്യും. There is a short period of rapid upliftment of landmass, and it may be pointed out that Davis also describes slower rate of upliftment if so desired. അദ്ദേഹം പറഞ്ഞത് വളരെ കുറച്ച് കാലഘട്ടം കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ലാൻഡ് മാസ് അപ്ലിഫ്റ്റ് ചെയ്ത് വരും. ചില സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് സ്ലോവർ റേറ്റിലും വരാറുണ്ട്, എങ്കിലും പെട്ടെന്ന് തന്നെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ലാൻഡ് മാസ് ഉണ്ടാകും എന്നാണ് ഡേവിസ് പറഞ്ഞത്. Erosion does not start until the upliftment is complete. In other words, upliftment and erosion do not go hand in hand. അദ്ദേഹത്തിന്റെ അസംഷനിൽ അദ്ദേഹം പറയുന്നത് ഇറോഷൻ എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ്മെന്റ് പൂർത്തിയായതിനു ശേഷം മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. അതായത് അപ്ലിഫ്റ്റ്മെന്റും ഇറോഷനും ഒരുമിച്ച് ഒരിക്കലും നടക്കത്തില്ല. എപ്പോഴാണോ അപ്ലിഫ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് അതിനുശേഷം മാത്രമേ ഇറോഷൻ നടക്കുള്ളൂ എന്നാണ് ഡേവിസിന്റെ മോഡലിൽ അദ്ദേഹം അസ്യൂം ചെയ്തിട്ടുള്ളത്. The graph which explains the model of geographical cycle. Geographical cycle of erosion express ചെയ്യാൻ വേണ്ടിയിട്ട് W.M. ഡേവിസ് ഒരു ഗ്രാഫ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫ് എങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്കാം. The cycle of erosion commences with the upliftment of landmass. നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ അസംഷൻ അദ്ദേഹം പറഞ്ഞത് ഒരു സൈക്കിൾ ഓഫ് ഇറോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അപ്ലിഫ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഈ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. In the model of cycle of erosion, the horizontal line shows time, whereas the vertical line shows the altitude from the sea level. ഈ സൈക്കിൾ ഓഫ് ഇറോഷന്റെ ഈ മോഡലിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ എക്സ് ആക്സിസ് കാണിക്കുന്നത് ടൈമാണ്. ഈ ഒരു ഭാഗമാണ് ഇവിടെ ടൈം എന്ന് എഴുതിയിട്ടുണ്ട്. എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കുന്നത് ടൈമാണ്. ആൻഡ് ദ വൈ ആക്സിസ് ഷോസ് ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദ സീ ലെവൽ. സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എത്രയെന്നാണ് വൈ ആക്സിസ് കാണിക്കുന്നത്. UC and LC denote the hilltop or crest of water divide and the valley flow. UC ഈ ലൈൻ കാണാമല്ലോ.
UC എന്ന് പറയുന്നത് ഒരു ഹില്ലിന്റെ ടോപ്പ് അല്ലെങ്കിൽ ക്രസ്റ്റുകൾ എല്ലാം കൂടെ ചേർത്ത് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വരയാണ് UC എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഓരോ ലാൻഡ് ഫോം കാണാം, അതിന്റെയൊക്കെ ക്രസ്റ്റിന്റെ ഭാഗം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡിന്റെ ആ ഭാഗം ചേർത്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനെ UC എന്ന് അദ്ദേഹം വിളിച്ചു. ദെൻ LC നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടല്ലോ, ഈ താഴെ കൂടെ പോകുന്ന ലൈനാണ് LC എന്ന് പറയുന്നത് വാലി ഫ്ലോർ ആണ്. അപ്പോൾ UC എന്ന് പറയുന്നത് അപ്പർ ക്രസ്റ്റ് ഓഫ് മൗണ്ടൻ അല്ലെങ്കിൽ ഹില്ല്, LC എന്ന് പറയുന്നത് വാലി ഫ്ലോർ ആണ്. Then moreover the vertical line AC represent the maximum absolute relief, whereas BC denotes initial average relief. AC ഈ ലൈൻ കാണുമല്ലോ, AC എന്ന് പറഞ്ഞ ഈ ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആബ്സല്യൂട്ട് റിലീഫ്, മാക്സിമം ആബ്സല്യൂട്ട് റിലീഫ് ആണ് AC എന്ന് പറയുന്ന ലൈൻ ഡിനോട്ട് ചെയ്യുന്നത്. അതേസമയം B മുതൽ C വരെയുള്ള പോർഷൻ BC എന്ന് പറയുന്ന ലൈൻ ഡിനോട്ട് ചെയ്യുന്നത് ഇനിഷ്യൽ ആവറേജ് റിലീഫ്. Initial relief is defined as the difference between UC and LC of the landmass. അത് പറയുന്നത് ഇനിഷ്യൽ റിലീഫ് എന്ന് പറയുന്നത് UCയുടെയും LCയും കൊണ്ട് മൈനസ് ചെയ്ത് കിട്ടുന്നത് എന്താണോ അതാണ് BC അല്ലെങ്കിൽ ഇനിഷ്യൽ റിലീഫ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഇവിടെ LC ഉണ്ട്, ഇവിടെ UC ഉണ്ട്. UCയും LCയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് BC അല്ലെങ്കിൽ ഇനിഷ്യൽ റിലീഫ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. Relief is defined as the difference between highest and the lowest point of a landmass. അതിന് അർത്ഥമാക്കുന്നത് റിലീഫിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ലാൻഡ് മാസിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റും ഏറ്റവും ലോവസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് റിലീഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് റിലീഫ് എന്താണ്? ആബ്സല്യൂട്ട് റിലീഫ് എന്ന് പറയുന്നത് ആ സീ ലെവൽ തൊട്ട് തുടങ്ങി അതിന്റെ ആ ഹൈറ്റിന്റെ ഡിഫറൻസ് ആണ് ആബ്സല്യൂട്ട് റിലീഫ് എന്ന് പറയുന്നത്. പക്ഷേ റിലീഫ് അല്ലെങ്കിൽ ഇനിഷ്യൽ റിലീഫ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഫോമിന്റെ ലോവസ്റ്റ് പോയിന്റും ഹയസ്റ്റ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. Then the line ADG represents the base level of erosion, that is the sea level. ഈ ലൈൻ കാണാമല്ലോ, ADG. ഈ ലെവൽ ലൈൻ എന്ന് പറയുന്നത് ബേസ് ലെവൽ അല്ലെങ്കിൽ സീ ലെവൽ ആണ്. No river can erode its valley beyond the base level. ഈ ബേസ് ലെവലിന് താഴെ ഒരു നദിക്കും അതിന്റെ വാലി ഡീപ്പൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബേസ് ലെവൽ ഇതിന് താഴെ പോകത്തില്ല. Thus, base level represents the limit of maximum vertical erosion by the rivers. അതുകൊണ്ട് തന്നെ ബേസ് ലെവൽ ആണ് ഒരു റിവറിന്റെ വെർട്ടിക്കൽ ഇറോഷന്റെ മാക്സിമം ലിമിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. The upliftment of landmass stops after C. ഒരു ലാൻഡ് മാസിന്റെ അപ്ലിഫ്റ്റ്മെന്റ് ഇവിടെ നടക്കുന്നത് മാക്സിമം C എന്ന് പറയുന്ന പോയിന്റ് വരെയാണ്. C എന്ന് പറയുന്ന പോയിന്റിന് ശേഷം അവിടെ അപ്ലിഫ്റ്റ്മെന്റേ ഇല്ല, പകരം അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇറോഷൻ മാത്രമേ ഉള്ളൂ. Now the erosion starts and the whole cycle passes through the stages of youth, mature and old. ഇവിടെ വെച്ചിട്ട് ഇറോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 3 സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നു. യൂത്ത് സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, ഓൾഡ് സ്റ്റേജ്. ഇനി ഓരോ സ്റ്റേജിലെയും പ്രത്യേകതകൾ എന്താണെന്ന് വരുന്ന സ്ലൈഡുകളിൽ നോക്കാം. Youth stage. There will be few consequent trunk streams but few large tributaries. Youth stage-ന്റെ പ്രത്യേകത കോൺസിക്വന്റ് ട്രങ്ക് സ്ട്രീംസ്, അതായത് മെയിൻ സ്ട്രീംസിന്റെ എണ്ണം വളരെ കുറവും അതേസമയം ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കൂടുതലുമായിരിക്കും. ഈ കോൺസിക്വന്റ് സ്ട്രീംസ് എന്ന് തന്നെ വിളിക്കാൻ കാരണം സ്ലോപ്പിനനുസരിച്ച് ഒഴുകുന്ന റിവേഴ്സിനെയാണ് കോൺസിക്വന്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മെയിൻ സ്ട്രീംസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും യൂത്ത് സ്റ്റേജിൽ. They have developing valley system. ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള വാലി സിസ്റ്റം ആണ് യൂത്ത് സ്റ്റേജിന്റെ പ്രത്യേകത. Valleys will have V-shaped cross profile and will be deep or shallow. വാലീസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് V-shaped ആയിരിക്കും, അതൊന്ന് ഡീപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഷാലോ ആയിരിക്കാം. There will be a lack of floodplain development except along trunk streams and valley side. ഫ്ലഡ് പ്ലെയിൻ ഡെവലപ്മെന്റ് ട്രങ്ക് സ്ട്രീംസിലും അതുപോലെ തന്നെ വാലി സൈഡ്സിലും മാത്രമേ ഉണ്ടാകാറുള്ളൂ. മറ്റു സ്ഥലങ്ങളിലൊന്നും തന്നെ ഫ്ലഡ് പ്ലെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകാറില്ല. Lakes and swamps may exist in interstream areas if these areas are not well above the local base level. ലോക്കൽ ബേസ് ലെവലിന് മുകളിൽ അല്ലാത്ത ഭാഗങ്ങളിൽ ഇൻഡസ്ട്രീം ഏരിയാസിൽ ലേക്സും സ്വാംസും ഡെവലപ്പ് ചെയ്യാറുണ്ട്.
Waterfalls and rapids exist. യൂത്ത് സ്റ്റേജിൽ വാട്ടർഫോളും അതുപോലെ തന്നെ റാപ്പിഡ്സും ഡെവലപ്പ് ചെയ്യാറുണ്ട്. സ്ട്രീം മിയാൻഡറിംഗ് മേ എക്സിസ്റ്റ് ഇൻ യൂത്ത് സ്റ്റേജിലെ സ്ട്രീം മിയാൻഡറിംഗ് കാണപ്പെടാറുണ്ട്. മെയിൻ റിവർ ഈസ് ഗ്രേഡഡ്. ഈ ഒരു യൂത്ത് സ്റ്റേജിൽ മെയിൻ റിവർ ഗ്രേഡ് ചെയ്താണ് കാണപ്പെടുന്നത്. Then the duration of youth stage is comparatively short. യൂത്ത് സ്റ്റേജ് എന്ന് പറയുന്ന ആ സമയം വളരെ കമ്പാരിറ്റീവ്ലി കുറവായിട്ടൊരു സമയമാണ് യൂത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. മെച്യൂർ സ്റ്റേജ്. മെച്യൂർ സ്റ്റേജിലെ ഒരു റിവറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ഹാവ് വെൽ ഇന്റഗ്രേറ്റഡ് ഡ്രെയിനേജ് സിസ്റ്റം. നല്ല രീതിയിലുള്ള ഒരു വെൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം മെച്യൂർ സ്റ്റേജിൽ കാണാൻ സാധിക്കും. യൂത്ത് സ്റ്റേജിൽ വളരെ കുറച്ച് ട്രങ്ക് സ്ട്രീംസ് അല്ലെങ്കിൽ മെയിൻ സ്ട്രീംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മെച്യൂർ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം കാണാൻ സാധിക്കും. വെർട്ടിക്കൽ ഇറോഷൻ ഓഫ് വാലി ഡീപ്പനിങ് ഇസ് റിമാർക്കബിളി റെഡ്യൂസ്ഡ്. യൂത്ത് സ്റ്റേജിന്റെ പ്രത്യേകതയായ വാലി ഡീപ്പനിങ് അല്ലെങ്കിൽ വാലി കട്ടനിങ് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറയും. വെർട്ടിക്കൽ ഇറോഷനും വാലി ഡീപ്പനിങ്ങിനും ഒരു കുറവ് സംഭവിക്കും. ലാറ്ററൽ ഇറോഷൻ ലീഡ്സ് ടു വാലി വൈഡനിങ്. വെർട്ടിക്കൽ ഇറോഷൻ കുറവാണെങ്കിലും മെച്യൂർ സ്റ്റേജ് എത്തുമ്പോൾ ലാറ്ററൽ ഇറോഷൻ കൂടുതലായിട്ട് നടക്കും. അതിനൊപ്പം തന്നെ വാലി വൈഡനിങ് നടക്കും. ലേക്സ് ഓർ വാട്ടർഫോൾസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ യൂത്ത് ഹാവ് ബീൻ ഇലുമിനേറ്റഡ്. യൂത്ത് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത ലേക്സും വാട്ടർഫോൾസും ഒക്കെ മെച്യൂർ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും എലിമിനേറ്റ് ആയി പോകും. ഫ്ലഡ് പ്ലെയിൻ ട്രാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കൺസിഡറബിൾ പോർഷൻ ഓഫ് വാലി ഫ്ലോ. മെച്യൂർ സ്റ്റേജിന്റെ പ്രത്യേകത, മെച്യൂർ സ്റ്റേജിൽ മാക്സിമം പോർഷൻസ് കവർ ചെയ്യുന്നത് ഫ്ലഡ് പ്ലെയിൻസ് ആണ്. യൂത്ത് സ്റ്റേജിൽ വളരെ കുറച്ച് പ്രദേശത്ത്, അതായത് ട്രങ്ക് സ്ട്രീമിന്റെ അടുത്തും വാലി സൈഡിൽ മാത്രമേ ഫ്ലഡ് പ്ലെയിൻ കണ്ടുവന്നുള്ളൂ. അതേസമയം മെച്യൂർ സ്റ്റേജിലാണെങ്കിൽ ഓൾമോസ്റ്റ് 90% കവർ ചെയ്യുന്നത് ഫ്ലഡ് പ്ലെയിൻസ് ആണ്. The maximum possible relief exists. ഒരു റിവർ കട്ട് ചെയ്യുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള റിലീഫ് നേരത്തെ പറഞ്ഞു, ഹയസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു റിവർ ഉണ്ടാക്കുന്ന ഫീച്ചറിൽ ഏറ്റവും മാക്സിമം റിലീഫ് ഉണ്ടാക്കുന്നത് മെച്യൂർ സ്റ്റേജിലാണ്. The topography consists not so much of valley bottom and upland tract as it does of slopes of hillsides and valley side. ഈ ഒരു മെച്യൂർ സ്റ്റേജിലെ ടോപ്പോഗ്രഫിയിൽ വാലി ബോട്ടവും അപ്ലാൻഡ് ട്രാക്ട്സും ഒന്നും അത്രത്തോളം കാണാൻ സാധിക്കില്ല. പകരം ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഹിൽ സൈഡും അതുപോലെ തന്നെ വാലി സൈഡിലെ സ്ലോപ്പുമാണ്. The duration of mature stage is longer to that of the youth stage but shorter to that of old stage. മെച്യൂർ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് യൂത്ത് സ്റ്റേജിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ലോങ്ങർ ആണ്, പക്ഷേ ഓൾഡ് സ്റ്റേജിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആണ്. ഓൾഡ് സ്റ്റേജ്. ഓൾഡ് സ്റ്റേജിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൾമോസ്റ്റ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് വാലി ഇൻസിഷൻ അല്ലെങ്കിൽ വാലി ഡീപ്പനിങ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇറോഷൻ എന്ന് പറയുന്നത് ഈ ഓൾഡ് സ്റ്റേജിൽ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആയിരിക്കും. ദ ലാറ്ററൽ ഇറോഷൻ ആൻഡ് വാലി വൈഡനിങ് ഹൗവർ കണ്ടിന്യൂ. പക്ഷേ മെച്യൂർ സ്റ്റേജിൽ തുടങ്ങിയിട്ടുള്ള ലാറ്ററൽ ഇറോഷനും വാലി വൈഡനിങ്ങും ഓൾഡ് സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യും. Valleys are extremely broad and generally sloping both laterally and longitudinally. വാലീസിന്റെ പ്രത്യേകത വിശാലമായിട്ടുള്ള വാലീസ് ആയിരിക്കും, മാത്രമല്ല അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ലാറ്ററലിയും ലോഞ്ചിറ്റ്യൂഡിനലിയും സ്ലോപ്പ് ചെയ്ത് കാണപ്പെടും. There is a marked development of flood plains. മെച്യൂർ സ്റ്റേജിലെ പോലെ തന്നെ ഓൾഡ് സ്റ്റേജിലും ഫ്ലഡ് പ്ലെയിൻസ് ധാരാളമായി കാണും. The valleys become almost flat, characterized with monadnocks. ഇവിടുത്തെ വാലീസിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, എക്സ്ട്രീംലി ബ്രോഡ് ആണ്, അതുപോലെ ഫ്ലാറ്റ് ആണ്, മാത്രമല്ല അതിൽ മൊണാഡോക്സ് കണ്ടുവരും. ഇറോഷൻ ചെയ്ത് വിസ്റ്റാൻഡ് ചെയ്യുന്ന ഹിൽസിനെയാണ് മൊണാഡോക്സ് എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ ഓഫ് ഇറോഷന്റെ എൻ പ്രോഡക്റ്റ്, അതായത് പെനി പ്ലെയിൻസിൽ കണ്ടുവരുന്ന ഫീച്ചറാണ് മൊണാഡോക്ക്. എല്ലാ തരത്തിലുള്ള ഇറോഷനെയും വിസ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ഹിൽസ് ആണ് മൊണാഡോക്സ് എന്ന് പറയുന്നത്. ലേക്ക്, സ്വാംപ്സ് ആൻഡ് മാർഷസ് മേ ബി പ്രസന്റ്. യൂത്ത് സ്റ്റേജിൽ ഉണ്ടായിരുന്നു, അതേസമയം മെച്യൂർ സ്റ്റേജിൽ ഇല്ലാത്ത ലേക്സും സ്വാംസും മാർഷൽസും ഒക്കെ ഓൾഡ് സ്റ്റേജിൽ കാണപ്പെടും. മാസ് വേസ്റ്റിംഗ് ആൻഡ് കെമിക്കൽ ഡെനൂഡേഷൻ ആർ ഡോമിനന്റ്. ഈ ഓൾഡ് സ്റ്റേജിന്റെ മറ്റൊരു പ്രത്യേകത മാസ് വേസ്റ്റിംഗ്, അതുപോലെ തന്നെ കെമിക്കൽ ഡെനൂഡേഷൻ, വെതറിംഗ് പ്രോസസ് ഒക്കെ വളരെ ഡോമിനന്റ് ആയിട്ട് കണ്ടുവരുന്നത് ഓൾഡ് സ്റ്റേജിലാണ്. ദ ഷിഫ്റ്റിംഗ് ഓഫ് ബേക്ക് ആൻഡ് ഫോർത്ത് ഓഫ് മെയിൻ റിവർ ചാനൽ. ഈ ഒരു കാലത്ത് ഈ ഒരു ഓൾഡ് സ്റ്റേജിൽ മെയിൻ റിവർ ചാനല് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെ അതിന്റെ ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. Extensive area are found at or near the base level of erosion. ഏറ്റവും വിശാലമായിട്ടുള്ള ഏരിയ കണ്ടുവരുന്നത് ഒരു ബേസ് ലെവൽ ഓഫ് ഇറോഷന് അടുത്താണ്. The duration of the old stage is much longer to that of combined duration of youth and mature stage. ഒരു ഓൾഡ് സ്റ്റേജിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് യൂത്ത് സ്റ്റേജും മെച്യൂർ സ്റ്റേജും കൂടെ ചേർത്ത് വെച്ചാലുള്ള ഡ്യൂറേഷനെക്കാട്ടും കൂടുതലാണ് ഓൾഡ് സ്റ്റേജിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ.
ഡേവിസ് മോഡലിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേവിഡ്സ് മോഡൽ ഓഫ് ജോഗ്രഫിക്കൽ സൈക്കിൾ വാസ് ഹൈലി സിമ്പിൾ ആൻഡ് ആപ്ലിക്കബിൾ. വളരെ സിമ്പിൾ ആയിട്ടും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡേവിസ് മോഡൽ ഓഫ് സൈക്കിൾ ഓഫ് ഇറോഷൻ. ഹി പ്രസന്റഡ് ഹിസ് മോഡൽ ഇൻ എ വെരി ലൂസിഡ്, കമ്പല്ലിംഗ്, ഡിസാമിംഗ് സ്റ്റൈൽ യൂസിംഗ് എ വെരി സിമ്പിൾ ബട്ട് എക്സ്പ്രസീവ് ലാംഗ്വേജ്. വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഡേവിസ് സൈക്കിൾ ഓഫ് ഇറോഷൻ. ഡേവിസ് ബേസ്ഡ് ഹിസ് മോഡൽ ഓൺ ഡീറ്റെയിൽ ആൻഡ് കെയർഫുൾ ഫീൽഡ് ഒബ്സർവേഷൻ. അദ്ദേഹം ധാരാളം ഫീൽഡ് ഒബ്സർവേഷൻസ് നടത്തിയതിന്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ജോഗ്രഫിക്കൽ സൈക്കിൾ ഓഫ് ഇറോഷൻ. David's model came as a general theory of landform development after a long gap of Hutton's cycle nature of Earth history. Cycle of erosion ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ തിയറിയാണ് ഡേവിസ് മോഡൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് ഹട്ടന്റെ സൈക്ലിക് നേച്ചർ ഓഫ് എർത്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു തിയറി വന്നതിന് ശേഷം ഒരുപാട് നാളിന് ശേഷം ഡെവലപ്പ് ചെയ്തൊരു ലാൻഡ് ഫോം തിയറിയാണ് ഡേവിഡ്സ് മോഡൽ. ദിസ് മോഡൽ സിന്തസൈസ് ദ കറന്റ് ജിയോളജിക്കൽ തോട്ട്സ്. In other words, Davis incorporated the concept of base level and genetic classification of river valleys, the concept of graded streams of J.K. Gilbert and French engineers' concept of profile of equilibrium in his model. ഒരുപാട് തിയറീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ഡേവിസ് അദ്ദേഹത്തിന്റെ മോഡൽ ഡെവലപ്പ് ചെയ്തത്. അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന കൺസെപ്റ്റായ ബേസ് ലെവൽ ഓഫ് ഇറോഷൻ, അതുപോലെ തന്നെ ജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് റിവർ വാലി, പിന്നെ ജി.കെ. ഗിൽബർട്ടിന്റെ ഗ്രേഡഡ് സ്ട്രീംസ്, ഫ്രഞ്ച് എഞ്ചിനീയേഴ്സിന്റെ പ്രൊഫൈൽ ഓഫ് ഇക്വിലിബ്രിയം തുടങ്ങിയ എല്ലാ കൺസെപ്റ്റും കൂടെ ചേർത്ത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത മോഡലാണ് ജോഗ്രഫിക്കൽ സൈക്കിൾ ഓഫ് ഇറോഷൻ. His model is capable of both predictions and historical interpretations of landform evolution. അദ്ദേഹത്തിന്റെ മോഡൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ലാൻഡ്ഫോം ഡെവലപ്പ് ചെയ്തത്, ഇവോൾവ് ചെയ്തത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ നടത്താനും സാധിക്കും. ക്രിറ്റിസിസം. എന്തൊക്കെയാണ് ഡേവിസ് സൈക്കിൾ ഓഫ് ഇറോഷന്റെ ക്രിറ്റിസിസം അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് നോക്കാം. ഡേവിസ് കൺസെപ്റ്റ് ഓഫ് അപ്ലിഫ്റ്റ്മെന്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. He has described rapid rate of upliftment of short duration, but as evidenced by plate tectonics, upliftment is exceedingly a slow and long continued process. ഡേവിസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് റേറ്റിൽ നടക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രോസസ്സ് എന്നാണ്. പക്ഷേ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി അനുസരിച്ച് അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടും ലോങ് ആയിട്ട് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അസംഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ്, ഡേവിസ് കൺസെപ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ upliftment and erosion is erroneous. He opines that erosion does not start unless upliftment is complete. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അപ്ലിഫ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഇറോഷൻ നടക്കുന്നത്, രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ അസംഷൻ തെറ്റാണ്. അപ്ലിഫ്റ്റ്മെന്റിനൊപ്പം തന്നെ ഇറോഷൻ നടക്കാറുണ്ട്. Third, Davis' assumption about long period of crystal stability has also been challenged as the equivalence long period is technically not possible. അദ്ദേഹത്തിന്റെ മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത് ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഒരുപാട് കാലം ക്രിസ്റ്റൽ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ക്രിസ്റ്റൽ സ്റ്റെബിലിറ്റി ഒരുപാട് കാലം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യില്ല, കാരണം എപ്പോഴും ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട്. Fourth, objection has been raised about the time-dependent series of landforms as advocated by Davis. ഈ പല എക്സ്പേർട്സും അദ്ദേഹത്തിന്റെ ടൈം സീരീസ്, അതായത് യൂത്ത്, മെച്ചർ, ഓൾഡ് സ്റ്റേജിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സൈക്കിൾ ഓഫ് ഇറോഷന്റെ ക്രിറ്റിസിസംസ്.